ഇന്ന് ഓഗസ്റ്റ് 15. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നലെയാണ് കേട്ടോ. കാരണം ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് 14 പോലും. ഓഗസ്റ്റ് 15 ഇന്ന് സ്കൂളൊക്കെ ലീവായിരിക്കും. ക്യാമ്പിൽ പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോ സ്കൂളിലും ഓരോ കോഡൊക്കെ കേട്ടോ. ചിലത് ആർമി ഡ്രസ്സൊക്കെയാണ്. മോൾക്ക് കിട്ടിയത് ബ്ലൂ ജീൻസും വൈറ്റ് ടോപ്പാണ്. പിന്നെ ചേച്ചിക്ക് എന്ത് വാങ്ങുമ്പോൾ അനിയത്തിക്ക് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഓക്കും എല്ലാം വാങ്ങി. അതിൻ്റെ സന്തോഷം കേട്ടോ ചെറുതിൻ്റെ മുഖത്ത് കാണുന്നത്. മോളെ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ വിളിക്കുന്നു, എനിക്ക് ബൈക്ക് റാലി കാണണമെങ്കിൽ ഹൈവേ കയറിപ്പോകും. അന്നേരം ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഹൈവേയിലേക്ക് വിട്ട്. ആപ്പിളിൻ്റെ സീസൺ തുടങ്ങിയെന്ന് തോന്നുന്നു. ഏട്ടൻ നോക്കിയാലും ആപ്പിളേ കാണാനുള്ളൂ. ഒറ്റയ്ക്ക് ക്യാമ്പിലേക്കൊക്കെ പോകുന്ന ആദ്യമായിട്ടോ. ഒന്നാമത് മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുക എന്നുള്ളത് റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞാനിപ്പം തന്നെ റോഡ് ക്രോസ് ചെയ്ത് ഒരു ചേച്ചി ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരിടത്ത് പോയി നിന്ന് അവർ ഹിന്ദിയിൽ എന്തെല്ലോ ചീത്ത പറയുന്നുണ്ട് വണ്ടിക്കാരെ. ആരോട് പറയും, ആരെയൊക്കെ പോയിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇതാണ് വണ്ടിക്കാർക്കുള്ളത്. നമ്മളെ നാട്ടിലാണെങ്കിൽ വണ്ടിക്കാർ നിർത്തി തരുമൊക്കെ ചെയ്യൂല്ലേ. പക്ഷെ ഇവിടെ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോതായ തിരക്ക്. പക്ഷേ എന്താ പറയുക, റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, ചെവി തല വില കേൾപ്പിക്കില്ല, അങ്ങനെ ഹോണടിക്കും. എത്ര കഷ്ടപ്പെട്ടാലെന്താ റാലി കാണാൻ പറ്റി. ഇതിന് മുന്നേ ഞാൻ ഭുവനേശ്വറിൽ നിന്നിക്കും, പക്ഷേ ഞാൻ ഈ പരിപാടിക്കൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവർ ബൈക്ക് റാലി അങ്ങ് പോയപ്പോൾ ഞാനെന്ത് വേണ്ടത് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇന്ന് തീർത്ത് ക്യാമ്പായിട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. റോഡും വില വേണമെങ്കിൽ കിടന്നുറങ്ങാം, അത്രയ്ക്ക് ക്ലീന്, ഭയങ്കര വൈബാണ്. ഇപ്പം ഞാൻ വിചാരിക്കലുണ്ട് ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, എന്ത് സുഖമായിരുന്നു. അവളെയും കൊണ്ട് പാർക്കിലിരിക്കാമെന്ന് വെച്ചിട്ടോ ഞാൻ പാർക്കിലേക്കാണ് പോയത്. പിന്നെ ഗ്രൗണ്ടും തൊട്ടടുത്ത് തന്നെ, വല്ല പരേഡ് ഗ്രൗണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ചാൽ അതും കാണാമല്ലോ. ഒന്നാമത് ഔട്ട് ലീവിങ് ആയതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും ഞാനിതുവരെ വന്നില്ല, ആദ്യമായിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പാർക്കിലൊന്നും വിചാരിച്ചതിനോട്ട് നമുക്ക് വരാൻ പറ്റില്ല. എന്നാലും വേണ്ടില്ലേ, ഇനി പരമാവധി ഞാൻ വരും. ഒറ്റ പ്രാവശ്യം ഇപ്പോൾ എക്സ്പീരിയൻസ് ആയല്ലോ. മോളെയും കൊണ്ട് നേരെ പാർക്കിലേക്ക് കേട്ടോ. ഇതാട്ടോ ഇവിടുത്തെ പാർക്ക്. വലിയതൊന്നുമല്ല, എന്നാലും നല്ല വൈബാണ്. അപ്പം മഴയെല്ലാം പെയ്തുകൊണ്ട് ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. വരുന്ന കാര്യം യൂസ് അറിയില്ല. യൂസ് അറിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കും. ഓളെ എന്നും പറയും പാർക്ക് പോവാച്ചാ പാർക്ക് പോവാം. പക്ഷെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള നേരം കിട്ടില്ല. സംഭവം പെട്ടെന്ന് അതിനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ മോൾ ഓരോന്നിൽ കയറ്റി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. റൂമിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇതൊക്കെ ആകുമ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇവരെ പരേഡ് ഗ്രൗണ്ടിൽ എല്ലാവരും നിരന്ന് നിന്നിട്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ വന്ദേ മാതരമൊക്കെ ചൊല്ലാൻ തുടങ്ങി കേട്ടോ. എന്താണെന്നറിയില്ല, വന്ദേ മാതരമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രോമാഞ്ചിഫിക്കേഷനാണെന്നറിയില്ലേ, അതുപോലെയാണ്. എന്തോ ഒരു ഫീലാട്ടോ അതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ. ശരിക്ക് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 ഒരു നൊസ്റ്റ അടിക്കുന്നതായിരുന്നു കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 15 പതാക ഉയർത്താൻ പോകുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പോയത് പായസം കുടിക്കാനായിരുന്നു. ഇവിടെയുള്ള ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഓഗസ്റ്റ് 15 പായസം കിട്ടുമോ? അപ്പോൾ ഒരു പായസമൊന്നും കിട്ടില്ല, ചെറിയ സ്വീറ്റ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെ തമിഴ്നാട്ടുകാരിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചിയും പറഞ്ഞു അവിടെ ചോക്ലേറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിലെന്നാൽ പിന്നെ പണ്ടേ മുതൽ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമല്ലേ ഈ പായസ വിതരണം. മുക്കിലും മൂലയിലൊക്കെ പായസമായിരിക്കും. എനിക്ക് പറഞ്ഞു അതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. പിന്നെ അവരെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തോന്നുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ചായയും പക്കോടയും കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ മോളെയും കൊണ്ട് മൂപ്പരങ്ങ് പോയി ഗ്രൗണ്ടിലേക്ക്. ഫാമിലി പരിപാടിയൊന്നും അല്ലാത്തതുകൊണ്ട് ആരെ ഫാമിലി അവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാനും മടിച്ച് ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മോളും അച്ഛനും കൂടി പിന്നെ ഫോട്ടോ എടുക്കാനുള്ള യുദ്ധമായിരുന്നു തോന്നുന്നു. പക്ഷെ അവൾ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. ഒക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക കേട്ടോ. അങ്ങനെ അച്ഛനും മോളും അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു. ഞാനെന്ത് വേണ്ടിയിട്ട് ഇപ്പുറത്തുനിന്ന് പക്കോടയും ചായയും തട്ടിക്കൊണ്ടുവന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്നല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്ര ഇല്ലെങ്കിലും പക്ഷെ ഇവിടുത്തെ ചായക്ക് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം കൂടെ ഞങ്ങൾ എന്തായാലും ക്യാമ്പിലേക്ക് വന്നല്ലേ, എന്നാൽ പിന്നെ ക്യാൻറ്റീനിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ക്യാൻറ്റീനിലേക്കാട്ടോ പോയത്. ക്യാൻറ്റീൻ്റെ ഉള്ളിൽ കയറലും ചെറുതാണെങ്കിൽ കൈ കിട്ടുന്നതൊക്കെ കൊട്ടയിലാക്കുന്നുണ്ട്. എങ്ങനെയല്ലോ ഒരു ചോക്ലേറ്റ് അതിന് വാങ്ങിക്കൊടുത്ത് ഞാനെന്ത് പണിയത് മെല്ലെ പുറത്തിറങ്ങി അതിനെയും കൊണ്ട്. പിന്നെ അങ്ങോടെയുള്ള കുരങ്ങിനെല്ലാം കാണിച്ചു കൊടുത്തോക്ക്.
പിന്നെ അങ്ങോട്ടും കുറേ ഓടി കളിച്ചിട്ടോളൂ. ഭയങ്കര സന്തോഷമായിരുന്നു. എന്തോ ഒരു നിധി കിട്ടിയതിൻ്റെ ഓട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് നിൽക്കാണ്ടുള്ള ഓട്ടമായിരുന്നു. ഏതൊരു പട്ടാള ക്യാമ്പിലും മസ്റ്റായിട്ട് ഒരു പള്ളി, ഒരു അമ്പലം, ഒരു ഗുരുദ്വാര ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത്, ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നത് അമ്പലമാണ്. ഈ അമ്പലത്തിൽ ഞാൻ പോയിക്കില്ല. ഗുരുദ്വാരയിൽ ഞാൻ പോയിക്ക്. ഇവിടെ എന്തോ ഒരു പരിപാടിക്ക് ഞാൻ പോയിക്ക്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. തലയിൽ കെട്ടാണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇതാണ് അമ്പലം കേട്ടോ. ഇത് ഗുരുദ്വാര. അന്ന് പരിപാടിക്ക് വന്നപ്പോൾ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആകുമ്പോൾ അമ്പലത്തിലേക്ക് പോകണം. പിന്നെ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് മോളെ കൂട്ടാനാട്ടോ. അപ്പോൾ മോൾക്ക് എന്തൊക്കെയോ പരിപാടിയുണ്ട്, ഡാൻസ് പാട്ടൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് അവളെയും കൂട്ടി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. സ്കൂളിൽ നിന്ന് അവൾക്ക് കിട്ടിയ സ്നാക്കാട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും ചെറിയ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവിടെ എനിക്കിതാന്ന് പറയുമ്പോൾ ഇവോസ് ഇപ്പുറത്ത് എനിക്കിതാന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ആ കളിയാട്ടോ ഈ കാണുന്നത്.